നമ്മൾ നാലാമത്തെ ഉപായം സുഖദുഃഖങ്ങളെ സമീകരിച്ച് പൂർണ്ണനായി സുഖദുഃഖങ്ങൾ സമമായവനായി ആശയും നിരാശയും സമമായവനായി ജീവിത മരണങ്ങളിൽ സമനായി ഇരുന്നാൽ നീ ഈ പ്രകാരം തന്നെ ഇപ്പം എങ്ങനെയോ അപ്രകാരം തന്നെ ഒരു കർമ്മവും കർമ്മഗതിയും ഒരു പദ്ധതിയും ഒരു മാറ്റവും വരുത്താതെ ലയത്തെ പ്രാപിക്കൂ. അതിലെ സുഖദുഃഖ സമീകരണത്തിൻ്റെ ചതുരുപായങ്ങളിൽ ഒന്ന് അപ്രത്യയം പറയുകയായിരുന്നു. അതൊരു അറിവാണ്. അതൊന്നും ആധുനിക വിദ്യാഭ്യാസ തലങ്ങളിൽ പഠിക്കാനാവില്ല. അതിനുദാഹരണമായി മെഡിക്കൽ കോളേജിലെ ഒരു സംഭാഷണം, ഒരു സ്വാമിജിയുടെ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഒരു ബിംബത്തെ ആ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ചോദിച്ചതും മാർക്കസിൻ്റെ അദ്ദേഹം പറഞ്ഞ കഥയുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം ജീവിതായോധനത്തിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും. അവ ഇന്ദ്രിയങ്ങളെ തവിപ്പിക്കുകയും ചെയ്യും. അവ ഇന്ദ്രിയങ്ങൾക്ക് അശോഭനതയുണ്ടാക്കുമ്പോൾ ദുഃഖവും ശോഭനത കൈവരുത്തുമ്പോൾ സുഖവും ഉണ്ടാവും. ഒന്ന് ശോഭനമോ അശോഭനമോ ആകുന്നത് പൂർവസ്മൃതിയിൽ നിന്നാണ്. ഇതാണ് ഭാരതീയ പഠനം. അടുത്ത കാലത്ത് എറിക് ബേണൊക്കെ ആ വഴിയിൽ ചെറിയ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയാം. ഒരു പെൺകുട്ടി ഭക്തിഗാനം കേൾക്കുമ്പോഴാണ് അപസ്മാരം വരുന്നത്. ആ കാസറ്റ് ഓൺ ചെയ്താൽ അപ്പോൾ അവൾക്ക് അപസ്മാരം വരികയും കാലും കൈയിട്ടടിക്കുകയും എല്ലാം ചെയ്യും. നിരന്തരമായി 3 കൊല്ലമായി അപസ്മാരം അനുഭവിക്കുന്ന കുട്ടിയെ EEGക്കും ഒക്കെ വിധേയമാക്കിയിട്ടും എപ്പിലെപ്റ്റിഫോം സീഷർ സ്റ്റഡിയിലില്ല. പക്ഷേ അപസ്മാരം കണ്ടമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. യാദൃച്ഛികമായാണ് ഒരു കാസറ്റ് ഇട്ടാൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തുന്നത് തന്നെ. എറിക് ബേൺ നിർണായകമായ ചില പഠനങ്ങൾ ഈ രംഗത്ത് മുമ്പ് നടത്തുകയുണ്ടായി. ഒരു ഇലക്ട്രോഡ് മസ്തിഷ്കത്തോട് ഘടിപ്പിച്ചപ്പോൾ എറിക് ബേണിന് ഇങ്ങനെ ചില പഠനങ്ങൾ കിട്ടുകയുണ്ടായി. നമ്മുടെ ഓർമ്മയിൽ പലപ്പോഴും സംയുക്തമായി ചേർത്ത് വയ്ക്കുന്ന അറിവുകൾ അടുത്ത ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്തിഗാനം വരുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നതെങ്കിൽ അമ്മയുടെ മരണത്തെയും ഭക്തിഗാനത്തെയും ഒന്നിച്ചാണ് എൻ്റെ മസ്തിഷ്കം രേഖപ്പെടുത്തുന്നതെങ്കിൽ മരണത്തെ ഓർമ്മിപ്പിക്കാൻ ആ ഭക്തിഗാനം മതിയാവും. ഇത്ര സങ്കീർണമായ ഓർമ്മകളുടെ ആകത്തുകയായ ബോധം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നിലകൊള്ളുമ്പോൾ കേവലമായ ബോധത്തിലേക്ക്, ലയസീമയിലേക്ക് എത്തുന്നത് എങ്ങനെ? അതിന് സുഖദുഃഖങ്ങളെ സമീകരിക്കാൻ പാരമ്പര്യപ്രോക്തമായ അപ്രത്യയം നാം കണ്ടു. രണ്ടാമത്തത് അസ്വീകരണം. ഒരു കുഞ്ഞു അമ്മയും കൂടെ മുറ്റത്തിരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞമ്മയെ ഗുസ്തി പിടിക്കുന്നു, അമ്മ കുഞ്ഞിനോട് ഗുസ്തി പിടിക്കുന്നു.
ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും ഉണ്ടാവില്ല. പ്രസവിച്ചാൽ ഉടനെ പ്രീ കിൻഡർ ഗാർട്ടനിലേക്ക് വിടുന്ന കാലമാണ്. അത് കഴിഞ്ഞാണ് LKG. ടൗണിലൊക്കെ ഇപ്പോൾ ഒരു പ്രീ കിൻഡർ ഗാർട്ടൻ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കുന്നത്. അച്ഛനെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങളുടെ സംസ്കൃതിയുടെ അപജയം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ അതിന് അതിർത്തികളില്ല. അത് പറഞ്ഞാൽ നമ്മുടെ നേരെ ഒരുപാട് പോവും. പഴയ കാലത്തെ അമ്മ കുഞ്ഞിന് പേശിക്കൊക്കെ ബലം വരുത്തുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ചല്ല. കാരണം കുഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അല്ല, അമ്മയുടെ കൈകളിൽ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് താൻ സുരക്ഷിതമാണെന്ന് മസ്തിഷ്കത്തിലും തൻ്റെ അമ്മയോട് ഗുസ്തി പിടിച്ച് തനിക്ക് ബലമരുവെന്ന് പുറത്തും ആ കുഞ്ഞിന് ചിന്തിക്കാൻ പാകത്തിനുള്ളൊരു പാരസ്പര്യമുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ കുഞ്ഞിൻ്റെ കൈയൊടിഞ്ഞാലും കാലൊടിഞ്ഞാലും അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. മനസ്സിലായില്ല? അയാൾ സുരക്ഷിതനാണ്, കുഞ്ഞു സുരക്ഷിതനല്ലെങ്കിലും. അമ്മയാണ്, കുഞ്ഞു സുരക്ഷിതനാണ്, അമ്മ സുരക്ഷിതയല്ലാതായാലും. ഈ മാനസിക വ്യാപാരങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ വില പേരിനവസാനത്തെ അക്ഷരങ്ങളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട്. മറിച്ച കുഞ്ഞുമായി മുറ്റത്തിരുന്ന് കളിക്കുമ്പോൾ ചരലിട്ട തറ, കരിങ്കല്ലുകളൊക്കെ ഉണ്ട്, എങ്കിലും അമ്മ ഇരുന്ന് ഇങ്ങനെ ഗുസ്തി പിടിക്കുകയാണ്. കുഞ്ഞല്ലേ, കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞ് തള്ളുന്നു എന്ന് വരുത്തി കുഞ്ഞിനോട് തോക്കുകയാണെന്ന് കാണിച്ച് കുഞ്ഞിനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ തുടങ്ങി. തള്ളുന്നതിനിടയിലെ ഒരു തള്ളിൽ അമ്മയുടെ ബാലൻസ് ഒന്ന് തെറ്റി. അമ്മ പുറകോട്ട് മറിഞ്ഞു. കുഞ്ഞ് അമ്മയുടെ ദേഹത്തേക്ക് മറിഞ്ഞ് അമ്മ എഴുന്നേൽക്കുമ്പോൾ ഒരു കരിങ്കല്ല് കൊണ്ട് തലയുടെ പിൻഭാഗത്ത് കയറി ചോരയൊലിക്കുകയാണ്. കുറച്ച് ബോധത്തിലെത്തിയ കുഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മയുടെ മോനെന്തിനാ കരയുന്നത്? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. ഇപ്പോഴത്തെ അമ്മയാണെങ്കിൽ അങ്ങനെ പറയല്ല. ആ തന്തയുടെ തനി സ്വരൂപം. ശരിയല്ല, രണ്ടടിയും വെച്ചു കൊടുക്കും. ഒന്നാമത് ഇപ്പോഴത്തെ അമ്മ ഇങ്ങനെ കുട്ടിയോട് കളിക്കുകയില്ല. ഇനി കളിച്ചാൽ ഇവൻ വളർന്നു വരുമ്പോൾ എന്താകും ഗതി, കുരുത്തം കെട്ടവൻ എന്ന് പറയും. ഇതാണ് ഇപ്പോഴത്തെ അമ്മയും പഴയ അമ്മയും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസം സംഘാടകർ പറഞ്ഞു, സ്വാമിജി ഇങ്ങനെ തൊട്ടതിനെല്ലാം അമ്മമാരെ പറഞ്ഞ് സ്വാമിയുടെ ക്ലാസ് അമ്മമാർ ഒരിക്കലും കേൾക്കുകയില്ല. അമ്മമാർ കേട്ടില്ലേ പുരുഷന്മാരുടെ എണ്ണം കുറയുമെന്ന്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. സ്വാമി എവിടെയെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെ നാട്ടിൽ നടന്ന് പറയും പോയേക്കരുത് എന്ന് പറയുമെന്നൊക്കെ സംഘാടകരിൽ ആരോ എന്നെ ഒരു വാണിങ്ങൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ വരാതിരുന്നാൽ നന്നാണെന്ന് പറയാനാണ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ന സങ്കല്പത്തിന് വലിയൊരു വലിപ്പമുണ്ട്. അതാകാമെങ്കിലേ ഇതൊക്കെ പഠിക്കാവൂ. മാതൃത്വം സാർവലൗകികമാണ്. പുരുഷനിലും സ്ത്രീയിലുമെല്ലാം ഒരുപോലെ നിലനിൽക്കുന്ന വികാരം മാതൃത്വമാണ്. മാതൃത്വം സത്യമാണ്, പിതൃത്വം സത്യമല്ല. മദർ ഈസ് എ ഫാക്ട് ആൻഡ് ഫാദർ ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് സർട്ടനിറ്റി. പറ്റേണിറ്റി ഈസ് 100% അങ്ങനെയാണ്. അമ്മയിലൂടെ മാത്രമേ
ഉത്തമനായൊരു കുഞ്ഞ് അച്ഛനെ അറിയുന്നുള്ളൂ. സോ അമ്മ ഒരു ചരിത്രാതീത സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിക്കണമെങ്കിലും ആ അനുഗ്രഹം മുമ്പേ വേണം. ഇതൊക്കെ അകത്താകണമെങ്കിലും ആ അനുഗ്രഹം വേണം. അത് മറന്നു പോകണ്ട. കാരണം ഉപാധ്യായാൻ ദശ ആചാര്യ ആചാര്യാണാം ശതം പിത സഹസ്രം തു പിതൃൻ മാതാ ഗൗരവേണ അതിരിച്യതേ. 10 ഉപാധ്യായൻ്റെ ഗൗരവം ഒരാചാര്യനുണ്ട്. 100 ആചാര്യൻ്റെ ഗൗരവം ഒരച്ഛനുണ്ട്. 1000 അച്ഛൻ്റെ ഗൗരവം ഒരമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കാണുള്ളത്, സ്ത്രീക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ചില പെണ്ണുങ്ങൾ ഇടയ്ക്കിരുന്നൊന്ന് ഞെളിഞ്ഞിട്ട് അമ്മ എന്ന് പറയുന്നതും സ്ത്രീ എന്ന് പറയുന്നതും രണ്ടാണ്. മറന്നു പോകണ്ട. ഇന്ന് വൈകുന്നേരം പറയും ഈ സ്വാമി ഒന്നിനും സമ്മതിക്കുകയില്ല. അപ്പോൾ മാതൃത്വം അത്രയും ഉയർന്നതാണ്. അപ്പോൾ ആ അമ്മ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണത്. അതാണ് നമ്മുടെ വിഷയം. ഇങ്ങനെ പൊട്ടുകയും ചെയ്തു. അപ്പോൾ ആ അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞത് നോക്കൂ. ചിരിച്ചോണ്ടാണ് പറയുന്നത്. വേദന നല്ലപോലെ ഉണ്ടാകേണ്ടതാണ്. തുളച്ച കയറിയത്. ഒന്നും പറ്റിയില്ല. മോൻ എന്തിനാ കരയുന്നത്? എന്നിട്ട് കൊണ്ടു കിടക്കുകയാണ്. അപ്പോഴേക്കും ബ്ലഡ് ഒഴുകി പുറത്ത് വീഴുന്നുണ്ട്. അത് മെല്ലെ ഒന്ന് ഞെക്കി പിടിച്ച് ബ്ലഡ് നിർത്തി വീണ്ടും കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി പിന്നെ ആ മരുന്നൊക്കെ വെക്കുന്നത്. അവിടെ അപ്രത്യയമല്ല, ആ കുഞ്ഞുമായുള്ള പാരസ്പര്യത്തിൽ വേദനയെ വേദനയായി സ്വീകരിക്കാതിരിക്കുകയാണ്. ഇത് രോഗം വരുമ്പോൾ കാണാം. ചിലപ്പോൾ ഈ മത്സരമുള്ള 2 വ്യവസായികളോ മത്സരമുള്ള 2 വ്യക്തികളോ ഉള്ളതിൽ ഒരുത്തന് രോഗം വന്ന് കിടപ്പിലായാൽ മറ്റവൻ കാണാൻ വരും. അവൻ പഠിക്കലെത്തുമ്പോഴേക്ക് എഴുന്നേക്കാൻ മേലെങ്കിലും ഇവൻ എഴുന്നേറ്റ് കസേരയിലൊക്കെ ഒന്നിരിക്കും. കണ്ടിട്ടില്ല? വളരെ വേദനയുണ്ടെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വന്നു ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ ഏതാണ്ട് ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് 2 ദിവസം വിശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോയി കഴിയുമ്പോൾ പിള്ളേരോട് പറയും, കിടപ്പായോ എന്നറിയാൻ വന്നതാ, അങ്ങനെ കിടന്നു കൊടുക്കാൻ പറ്റുമോ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണിത് പറയുക പിള്ളേരോട്. അപ്പോൾ ആ സമയത്ത് വേദനയില്ല. വേദന ഉണ്ടെന്ന് സ്വീകാര്യമല്ല. മേലായികയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ചെന്നില്ലെങ്കിൽ പറ്റുകയില്ല. കാരണം മറ്റവൻ അവിടെ എത്തും. അതുകൊണ്ട് നീ ആ കുടയിങ്ങെടുക്ക്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ വേദനയെ സ്വീകരിക്കുന്നില്ല. അസ്വീകരണമാണത്. വീട്ടിൽ ഭർത്താവിനും പിള്ളേർക്കും ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊടുക്കുന്ന സ്ത്രീ ഒരു ദിവസം മിക്കവാറും എല്ലാ ദിവസവും ഇവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കും. ആരും ഒരു നന്നായി എന്നൊന്നും പറയുന്നില്ല. നന്നായി ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ആരെയും കൂട്ടാതെ പണി മുഴുവൻ എടുക്കും. ഒരാളെങ്കിലും ഒരു നല്ല വാക്ക് പറയാതില്ല, സഹായിക്കുമോ അതുമില്ല. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഇവള് വിഷമിച്ച് കയറി കിടക്കുകയാണ് കട്ടിലെ. ഇന്ന് വേണമെങ്കിൽ ആരെങ്കിലും വെച്ച് എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നടുവേദന, കാലുവേദന, കൈവേദന എല്ലാം ശരിയുമാണ്. അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിലെ കുസൃതിയുള്ള ചില പിള്ളേരുണ്ട്. അവന്മാർ ഇവർക്ക് സ്നേഹമുള്ള ചിലരെ വിളിച്ചു പറയും, അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറയും. ഇവർ വളരെ ബഹുമാനിക്കുന്ന സ്നേഹമുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞ്. അപ്പോൾ അവർ പറയും ഞാനൊന്ന് വരാം എന്ന് പറയും. അപ്പോൾ ഉടനെ ഈ മകൻ അമ്മയോട് പറയും, കിടക്കുന്ന അമ്മയോട്, ഇന്നയാൾ വരുന്നുണ്ട് കേട്ടോ. ഉടനെ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ചു, ഉടനെ പലഹാരങ്ങളുണ്ടാക്കി, ഉടനെ കാപ്പി ഉണ്ടാക്കി, സ്പെഷ്യൽ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി.
ഇയാൾ വരും, വിളമ്പി കൊടുക്കും, ഒരു രസവുമില്ല. ഇയാൾ പടിയിറങ്ങിക്കഴിയുമ്പോൾ കിടപ്പാവും. കണ്ടിട്ടില്ല? 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 ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാ? ഒരെണ്ണം നിങ്ങൾ കണ്ടിട്ടില്ല. അനുഭവമാണ്. അപ്പോൾ അവിടെ അസ്വീകരണമാണ്. സുഖത്തെ സുഖമായും ദുഃഖത്തെ ദുഃഖമായും സ്വീകരിക്കാതിരിക്കാൻ കഴിയും. അപ്പോൾ അപ്രത്യയം, അസ്വീകരണം. വിചാരം, അത് വേദാന്ത വഴിയിൽ, ഭക്തി വഴിയിൽ, യോഗം വഴിയിൽ ഒക്കെ പ്രത്യേകമുണ്ട്. എല്ലാം ഈശ്വരന് സമർപ്പിച്ച് ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല എന്ന രീതിയിൽ ഭക്തനായിത്തീർന്നിട്ട് ചെയ്യുമ്പോൾ വേദനകളില്ല. ഉത്തമ ഭക്തൻ വേദനിക്കുന്നില്ല. എല്ലാം അവിടുത്തെ അനുഗ്രഹം. അങ്ങ് വേദനിപ്പിക്കുകയാണോ? വേദനിപ്പിച്ചു. കുന്തിയെപ്പോലെ. കുന്തി വീണ്ടും ദുഃഖമാണ് ചോദിച്ചത്. ദുഃഖം ചോദിക്കുക മാത്രമല്ല ചെയ്തത്, കുന്തി പറയുന്നുണ്ട്, അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹപാശമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു. പാണ്ഡവന്മാരോടും വൃഷ്ണികളോടുമുള്ള എൻ്റെ ഈ സ്നേഹപാശത്തെ ഭഗവാനെ വിശ്വേശ, വിശ്വമൂർത്തേ, വിശ്വാത്മൻ, 3 വിശേഷണങ്ങളാണ്. ഗംഭീരമാണ്. ഛേദിച്ചു കളഞ്ഞാലും. അതാ കുന്തിയുടെ ഒരേ ഒരു പ്രാർത്ഥന. ഇമം സ്നേഹപാശം ചിന്തി. എനിക്ക് പാണ്ഡവന്മാരോടും വൃഷ്ണികളോടും ഉള്ള എൻ്റെ സ്നേഹപാശത്തെ അല്ലയോ ഭഗവാനെ അവിടുന്ന് അറുത്ത് കളയണമേ. കുന്തി അവിടെ ഉദാഹരണമാണ്. ഭക്തിയിൽ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുക. സീത ഉദാഹരണമാണ്. ആഞ്ജനേയൻ ഉദാഹരണമാണ്. കർമ്മത്തിൻ്റെ ഒരു വേദനയും ഇവർക്കൊന്നും വന്നിട്ടില്ല. രാമ പാദങ്ങളെ തഴുകി തലോടി ജീവിക്കുവാൻ 14 വർഷത്തെ കാനനവാസത്തിൽ രാമൻ്റെ പിന്നാലെ പാദപൂജാവ്രതം മുടക്കാതെ പോയ സീത രാവണനാൽ മോഷ്ടിക്കപ്പെട്ട് ശിംശപാവൃക്ഷച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ രാമസങ്കല്പം ഹൃദയത്തിലും രാമമന്ത്രം നാവിലും തത്തിക്കളിക്കുമ്പോൾ സീത വേദനകളൊന്നും അറിഞ്ഞില്ല. ആ ഭക്തിയിലേക്ക് എത്താതെ ഇപ്പോഴത്തെ സാറാ തോമസും കൂട്ടരുമൊക്കെ രാമായണം വായിക്കും. എന്നിട്ട് കർക്കിടക മാസത്തിൽ രാമായണത്തെക്കുറിച്ചൊരു പ്രസ്താവനയും പുറപ്പെടുവിക്കും. സ്വന്തം കാമുകിക്ക് വേണ്ടി ചെങ്കോല് വലിച്ചെറിഞ്ഞ് കാമുകിയോടൊപ്പം ഒളിച്ചോടിപ്പോയ ജെയിംസ് രണ്ടാമനെയാണ് സീതയെ പരിത്യജിച്ച് രാജ്യലക്ഷ്മിയെ വരിച്ച രാമനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുത്തൻ പെണ്ണുങ്ങളത് വലിയൊരു ഗംഭീരമായിട്ടും കണക്കാക്കുകയും ചെയ്യും. അതിൻ്റെ പിന്നിലുള്ളൊരു ഹൃദയം എന്താണെന്നറിയാതെ പൊത്തനം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായില്ല. അതിൽ പിന്നിലെ ഒരു മനസ്സ്, അതിൻ്റെ പിന്നിലെ ഒരു ഹൃദയം, അത് തരുന്നൊരു സാന്ത്വനം. വാൽമീകിയാശ്രമവാടിയിൽ ജീവിക്കുമ്പോഴും പ്രതിഷേധമില്ലാത്ത രാമാർപ്പിത മനസ്സിൻ്റെ സീതായനം നൽകുന്നൊരു സാന്ത്വനം ഹൃദയത്തിൽ തൊട്ട് പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. ആഞ്ജനേയൻ പോകുന്നുണ്ട് സീതാന്വേഷണത്തിന്. രസകരമായ യാത്രയാണ്. മൈനാകം ഫലപുഷ്പ പലഹാരങ്ങളുമായ ഉയർന്നു വന്നത്. എന്മേലിരുന്ന്
ക്ഷുത്ത് തീർത്തു പോകാനാണ് പറഞ്ഞത്. വഴിയിൽ നിഴൽ പിടിച്ച് നിർത്തി തിന്നുന്ന നീചയായ സിംഹിക വരുന്നുണ്ട്. വഴിയിൽ പാരണ വീടാൻ വ്രതവും കഴിഞ്ഞു വരുന്ന നാഗമാതാവ് സുരസയുമുണ്ട്. ആഞ്ജനേയൻ മൈനാകത്തോട് പറഞ്ഞത് തന്നെ, കയ്യിൽ രാമാങ്കുലീയവും ഹൃദയത്തിൽ രാമസ്വരൂപവും നാവിൽ രാമമന്ത്രവും ഓതിപ്പോകുന്ന രാമദൂതന് കർത്തവ്യകർമ്മം കഴിഞ്ഞല്ലാതെ എവിടാണ് വിശ്രമം? എന്തിലെങ്കിലും ഒന്നിൽ മനസ്സ് അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വേദനകളൊക്കെ പോവും. അത് കർമ്മത്തിൽ അർപ്പിച്ച് നിഷ്കാമമായി ചെയ്താൽ രാജയോഗ മാർഗത്തിൽ, കർമ്മമാർഗത്തിൽ സുഖദുഃഖങ്ങൾ സമമാവും. സ്വേച്ഛയിൽ നിന്ന് കർമ്മങ്ങളെ പരേച്ഛയിലേക്ക് ആനയിച്ച്, സ്വേച്ഛാ പരേച്ഛകളിൽ നിന്ന് കർമ്മങ്ങളെ അനിച്ഛയിലേക്ക് ആനയിച്ച്, ഇതൊക്കെ പദങ്ങളാണ്, അർത്ഥം അതുപോലെ മനസ്സിലാകുമെന്ന് വിചാരിക്കാം. സ്വേച്ഛ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് വേദനകൾ ഉണ്ടാകുന്നത്. എൻ്റെ കർമ്മങ്ങളെ ഞാൻ ഗാർഹസ്ഥ്യത്തിലാവുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും, അതിൽ നിന്ന് ഉയരുമ്പോൾ നാടിനും ഒക്കെ വേണ്ടി അർപ്പിച്ച് ചെയ്യുമ്പോൾ, കർമ്മം അർപ്പിച്ച് ചെയ്യുമ്പോൾ, സ്വേച്ഛയിൽ നിന്ന് കർമ്മം പരേച്ഛയിലേക്കോ അനിച്ഛയിലേക്കോ മാറുമ്പോൾ, കർമ്മം നിഷ്കാമമാവുമ്പോൾ, ഏതെങ്കിലും ഒരു രോഗമോ വേദനയോ വരുമ്പോൾ ഞാൻ ഇക്കാലം അത്രയും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തവനാണല്ലോ, എന്നെ വേദനിപ്പിക്കില്ല എന്നൊരു ദാർഢ്യമുണ്ടാവും. മനസ്സിലായില്ല? കരഞ്ഞു വന്ന കുഞ്ഞിനെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്, ധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ കരയില്ല. എൻ്റെ കുഞ്ഞിന് ഞാൻ വേണ്ടത്ര മുലപ്പാൽ ഊട്ടിയിട്ടുണ്ട്. ഇല്ല, എൻ്റെ ബ്രസ്റ്റിലെ ഈ മുഴ ഒരിക്കലും ക്യാൻസർ ആവില്ല. എൻ്റെ അമ്മയെ ഞാൻ പോറ്റിയിട്ടുണ്ട്. അമ്മയുടെ വയറ് നിറഞ്ഞിട്ടേ എൻ്റെ വയറ് നിറഞ്ഞിട്ടുള്ളൂ. ഭർത്താവിന് വിളമ്പിയിട്ടേ ഞാൻ ഉണ്ടിട്ടുള്ളൂ. ഇല്ല, എൻ്റെ വയറിൽ മുഴകൾ ഉണ്ടാവില്ല. എൻ്റെ കാലുകൾ ഇതുവരെ നടന്നത് അന്യരുടെ നന്മയ്ക്കാണ്. അയൽപക്കത്തെ സ്ത്രീ കരഞ്ഞപ്പോൾ ഉടുത്ത മുണ്ടുമായി ആശുപത്രിയിൽ പോയവളാണ് ഞാൻ. ഇല്ല, എൻ്റെ കാലിൻ്റെ വേദനയാവില്ല. ഞാനിതുവരെ ആർക്കും ഒരു ഉപകാരവും ചെയ്തില്ലല്ലോ. ഇത്രക്കാലം അത്രയും ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചല്ലോ. എൻ്റെ സ്വാർത്ഥതയ്ക്കപ്പുറത്ത് ലോകമില്ലെന്ന് ഞാൻ വിശ്വസിച്ചല്ലോ. ഈ രോഗം എന്നെയും കൊണ്ടേ പോകുള്ളൂ. യു കാൻ ഫോളോ. ഡോക്ടറെ, അങ്ങയ്ക്ക് പറയാം, ഇത് മാറുകയില്ല ഡോക്ടറെ. ജ്യോതിഷി, നിങ്ങൾ കവടിയൊക്കെ വാരി വെച്ചിരിക്കും. എനിക്കറിയാം എൻ്റെ രോഗം. ഞാൻ ചെയ്തു കൂട്ടിയത് വെച്ച് ഞാൻ രക്ഷപ്പെടില്ല. ഇങ്ങനൊരു പൂർവജനുണ്ടെന്നോർത്തു വേണം ജീവിക്കാൻ. അതാ ഈ വിദ്യയുടെ മഹത്വം. ഈ വിദ്യ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ലഭിക്കുമ്പോൾ എൻ്റെ ജീവിതം എൻ്റെ പൂർവാനുമതികളുടെ പ്രത്യക്ഷമാണ്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ എൻ്റെ ഓർമ്മകൾ കൃതം സ്മര എവിടെ? അഗ്നേനയസ്വപധാരായേ എന്നിത് അങ്ങ് അഗ്നിയിലേക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ വരെ ഈ സ്മരണയുടെ ബാക്കി പത്രമുണ്ടാവും. അതുകൊണ്ട് പൂർവന്മാർ പറഞ്ഞു, സ്വേച്ഛയിൽ നിന്ന് ക്ലിയറായി സംശയം ചോദിച്ച അമ്മ ക്ലിയറായി. ആദ്യം പറഞ്ഞതിൽ നിർത്താമായിരുന്നു എന്ന് വിചാരിച്ചാണ്. നിങ്ങൾ ഈ വിശദീകരിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ വെള്ളത്തിലാവും.
അതുകൊണ്ട് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരേച്ഛയിൽ നിന്ന് അനിച്ഛയിലേക്ക് കർമ്മങ്ങളെ നയിക്കുമ്പോൾ കിട്ടുന്നൊരു ആർജവവും ആനന്ദവും സുഖവുമുണ്ട്. അവിടെ സുഖവും ദുഃഖവും സമമാവും. അത് കർമ്മമാർഗത്തിലാണ്. അതിന് നിഷ്കാമ കർമ്മയോഗമെന്ന് പറയും. നമ്മളനുഷ്ഠിക്കുന്നതിനൊരു പേരുണ്ട്, നിഷ്കർമ്മ കാമയോഗം. അതിനൊരു മന്ത്രമുണ്ട്, പകാരത്രയം. പേ, PAY, പേ, പ്രമോഷൻ, പ്രോസ്പെക്റ്റ്. അതിൽ നമ്മുടെ ജീവിതം തീർന്നു. ശമ്പള കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് വേണാടെ കയറിയാൽ മതി, ഈ മന്ത്രം ഒരുപാട് ഒച്ചത്തിൽ കേൾക്കാം. വേണാടിൽ ഒന്ന് സഞ്ചരിച്ചാൽ മതി, ഉദ്യോഗസ്ഥന്മാർ ഈ മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. പി അതിന് വെളിയിലൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കർമ്മങ്ങളെ മുഴുവൻ ഈശ്വരങ്കൽ സമർപ്പിക്കുമ്പോൾ ഭക്തി, പരേച്ഛാനിച്ഛകളിൽ സമർപ്പിച്ച് നിഷ്കാമമായി ചെയ്യുമ്പോൾ കർമ്മയോഗം. രണ്ടും വഴിയാണ് വിചാരത്തിൻ്റെ. നല്ല വിചാരമുള്ളവനെ ഇത് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്പലത്തിൽ പോയി തൊഴുത് ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ സാധാരണക്കാരന് പറ്റുകയില്ല. സാധാരണക്കാരനുള്ളതല്ല വിഗ്രഹാരാധന. 1936 ശേഷമാണ് നിങ്ങൾ ഇതിനകത്ത് കയറാൻ തുടങ്ങിയത്, വിവരമില്ലാത്തവരെല്ലാം. അതിനു മുമ്പ് മഹാപണ്ഡിതന്മാർ മാത്രമേ അതിനകത്ത് കയറിയിട്ടുള്ളൂ. മനസ്സിലായില്ല? മഹാപണ്ഡിതന്മാർക്ക് മാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നതാണ് വിഗ്രഹാരാധന ഹൈന്ദവ മതപ്രകാരം. സെമറ്റിക് പാരമ്പര്യത്തിലേക്ക് നിങ്ങളുടെ സംസ്കൃതി മാറിയപ്പോഴാണ് അവിടെയൊക്കെ പ്രവേശനം കിട്ടിയത്. വിഗ്രഹം സാധാരണക്കാരന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ക്ഷേത്രങ്ങളിൽ അവനെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളായിരുന്നു. മനസ്സിലായില്ല? മഹാപണ്ഡിതന്മാരും വേദവിത്തുകളും മാത്രമേ അവിടെ പ്രവേശിച്ചിട്ടുള്ളൂ. എന്നിട്ടും അതിലേതോ ഒരുത്തൻ, ഒരു രാമകൃഷ്ണദേവനെ പോലുള്ളവർ മാത്രമേ അതുവഴിയായി മുക്തരായുമുള്ളൂ. കാരണം നിങ്ങളവിടെ ചെന്നാൽ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ ബ്രോക്കറായി മാറും. നിങ്ങളവിടെ എത്തിയാൽ ഭഗവാനും ശാന്തിക്കാരനും വൈദ്യനായി മാറും. നിങ്ങളവിടെ എത്തിയാൽ ഭഗവാനും ശാന്തിക്കാരനും ഗുണ്ടയായി മാറും. മനസ്സിലായില്ല? നിങ്ങളവിടെ നിന്നുകൊണ്ട് പണ്ഡിതൻ പ്രാർത്ഥിക്കുന്നത് പോലല്ല പ്രാർത്ഥിക്കുക. നിങ്ങളവിടെ നിന്നുകൊണ്ട് പറയും, അവൾ എന്നെ പോന്ന വഴി നോക്കി ഭഗവാനെ, അവളുടെ തലയിൽ ഇടിത്തി വീഴണേ. ഗുണ്ടയായി. 50 രൂപ കൊടുത്താൽ ഒരു ഗുണ്ടയെ കൊണ്ട് ഏൽപ്പിക്കാവുന്ന പണി ഈ ഭഗവാനെ കൊണ്ട് ഏൽപ്പിക്കാൻ ചെന്നിരിക്കുകയാണ്. ശരിയല്ല? ഭഗവാനെ, എത്ര കാലമായി ഞാൻ വന്ന് തൊഴുന്നു, എന്നെ കാണുന്നില്ലേ? എൻ്റെ മകൾക്ക് വയസ്സ് 28. 20 വയസ്സിൽ തുടങ്ങിയ പ്രാർത്ഥനയാണ്, ഇതുവരെ ഒരു കല്യാണം നടത്താൻ കഴിഞ്ഞില്ല. ശരിയല്ല? ശരിയല്ല? അപ്പുക്കുട്ട തൊപ്പിക്കാര ഇപ്പം കല്യാണം അല്ലേ? എവിടെ പേര് രജിസ്റ്റർ ചെയ്താലാ? എന്നതുപോലെ ആ ഭഗവാന്റെ അടുക്ക പേര് രജിസ്റ്റർ. ഇയാളൊരു മാര്യേജ് ബ്യൂറോയുടെ ആൾ മാത്രമാണ്. ഇവിടെ ആകുമ്പോൾ കമ്മീഷൻ കുറവാണ്, മറ്റേടത്താകുമ്പോൾ കൂടുതൽ കാശ് കൊടുക്കണം. ഇവിടെ ശതമാനമൊന്നുമില്ല. ഇവിടെ ആകുമ്പം എടുക്കുകയില്ലാത്ത 1 രൂപയും 2 രൂപയൊക്കെ. മലയാളിയല്ലേ? അത് കൊടുത്തേച്ചൊരു പ്രാർത്ഥനയുണ്ട്,
കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വരാമെന്ന്. ഇപ്പം പിന്നെ ഭഗവാന്മാർക്കറിയാം ഇവളുടെ പൊടി പോലും കാണുകയില്ലാന്ന്. കാരണം അത് കഴിഞ്ഞാൽ നേരെ ആ 4 കൂടുന്ന ജംഗ്ഷനിൽ നിന്നൊരു സല്യൂട്ട് നീട്ടിപ്പിടിച്ച്, മറ്റേ അകത്തി എന്ന് തൊഴുത് കാര്യവും സാധിച്ച് പോന്നിട്ട് നേരെ ആ 4 കൂടുന്ന കവലയിൽ നിന്നിട്ട് ഭഗവാന് നീട്ടി ഒരു സല്യൂട്ട് അടിച്ച് നേരമില്ല, പോയി വരാം, ടാറ്റ. അപ്പോഴായി പുണ്യാളന്മാരൊക്കെ ആൾ മാറുന്നത്. പുണ്യാളന്മാരൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ മത്തായി പറ്റിച്ചത് മുതൽ പുണ്യാളൻ ആൾ മാറിയിട്ടുണ്ട്. മത്തായിയും പണ്ട് പ്രാർത്ഥിച്ചതാണ്, ചൂണ്ടയിടാൻ പോയതാണ്. ചൂണ്ടയിൽ തവളയൊക്കെ കോർത്ത് ഗംഭീരമായിട്ടിട്ടപ്പോഴാണ് ഒരു വരാൽ പിടിച്ചു, നല്ലൊരു വരാൽ. മത്തായി പൊക്കിയെടുത്തപ്പം മുഴുത്തൊരു വരാൽ. മത്തായി ആദ്യം പ്രാർത്ഥിച്ചു, പുണ്യാളച്ച, ആദ്യം കിട്ടുന്ന മീൻ പുണ്യാളച്ചൻ, പിന്നുള്ളത് മത്തായിക്ക്. അപ്പോഴാണ് ഒരു മുഴുത്ത വരാൽ, 1.5 കിലോയോളം വരും. മത്തായി ആകെ വെള്ളം ഊറി. മത്തായി പറഞ്ഞു, പുണ്യാളച്ച, ഇത് മത്തായിക്കിരിക്കട്ടെ, അടുത്തത് പുണ്യാളച്ചനുള്ളതാണ്. അവൻ മത്തായി വരാലിൻ്റെ ചെകിളയ്ക്കിടയിലേക്ക് വിരലുമൊക്കെ ഇട്ട് പതുക്കെ പിടിച്ച് ചൂണ്ട ഊരുമ്പോഴേക്ക് ഇവനൊന്ന് പിടച്ചു. വരാലിന് വഴുക്കലുള്ളത് കൊണ്ട് അവൻ വെള്ളത്തിലോട്ട് പോയി. അവൻ എന്നിട്ട് മത്തായിയെ നോക്കി ഒരു ഭാഷ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോഴാണ് മത്തായിയുടെ ഒരു ആത്മകഥ ഉണ്ട്. ആർക്ക് പോയി? പുണ്യാളച്ചന് പോയി. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ ഈ പോക്ക്. അത് ഭക്തിയല്ല. അതിന് ഭക്തി എന്നൊന്നും പേരില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ സർവവും അവിടെ സമർപ്പിച്ച്, സർവവും നിങ്കലേ സമർപ്പിച്ച്, നിന്നുള്ളിലുള്ളൊരു ഭക്തി കൊണ്ട് ഇരിക്കുന്നവർ തമ്മുടെ മാനസം നിനക്കു സുഖവാസായ മന്ദിരം. അങ്ങനെ എടുത്തുകൊണ്ട് വരണം ഭഗവാനെ. പൂന്താനമൊക്കെ ആ കൂട്ടത്തിൽ വിടും, മേൽപ്പത്തൂരൊക്കെ ആ കൂട്ടത്തിൽ വിടും, സംശയമൊന്നുമില്ല. അതെല്ലാം അവിടെ സമർപ്പിച്ച് ഹൃദയം പരിശുദ്ധമായി, അവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്. രാമായണത്തിലെ രാമൻ ഇരിക്കുന്നത് അയോധ്യയിലല്ലെന്ന് വാൽമീകി പറയുന്നുണ്ട്. ഒരു 12 ശ്ലോകത്തിൽ രാമൻ ഓടും നമ്മളൊക്കെ ചെന്നാൽ. ആരുടെ ഹൃദയാരവിന്ദത്തിലാണ് രാമൻ ഇരിക്കുന്നതെന്ന് വാൽമീകി പറയുന്ന രംഗം ഒന്ന് വായിക്കണം. അതുപോലെ ആയിട്ട് ഇറങ്ങിപ്പോരണം ക്ഷേത്രത്തിൽ പോയാൽ. അത് പണ്ഡിതനെ പറ്റൂ, ജ്ഞാനിക്കേ പറ്റൂ. അതുകൊണ്ടാണ് ഇതൊക്കെ അവർക്കായിട്ട് വെച്ചത്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് നഴ്സറിയാണ് ആരാധനയുടെ, അല്ല, അതങ്ങ് അറ്റമാണ്, ഫൈനൽ. അതുകൊണ്ട് ചുമ്മാ കയറി പോകരുത്. നേരത്തെ കാലും കയ്യുമൊക്കെ കഴുകി അകത്തുള്ള മാറാലയൊക്കെ അടിച്ചു കളഞ്ഞ് ശുദ്ധമായിട്ട് മാത്രമേ എൻ്റെ 4 അമ്പലത്തിനുള്ളിലോട്ട് കിടക്കാവൂ. എങ്കിലേ പ്രയോജനമുള്ളൂ. ഇതുവല്ലം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ആവോ? അതുകൊണ്ട് ഭക്തിക്ക് ഇങ്ങനൊരു ലോകമുണ്ട്. അപ്പം കർമ്മ വഴി, ഭക്തി വഴി. ഇനി ജ്ഞാനം വഴിയൊരു വിചാരമുണ്ട്, സുഖദുഃഖം സമമാകുന്നത്. അതാണ് പഴയ നല്ല ഭക്തകളായ അമ്മമാരുണ്ട്. അവർ സാധാരണഗതിയിൽ കുഞ്ഞിന് പനിച്ചാൽ, ഛർദ്ദിച്ചാൽ ഒക്കെ അവർ ആദ്യം 1 രൂപ കയ്യിലേക്കെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ കൊരയപ്പ സ്വാമി, എൻ്റെ പുള്ളിനെ ചുണ്ട് കയറിയ കൃഷ്ണ എന്നൊക്കെ. തൊടുപുഴയാകുമ്പോൾ അതാണെന്ന് തോന്നുന്നു, ഇല്ലേ? ഭഗവാനെ നീ കാത്തുകൊള്ളണേ, അടിയങ്ങൾക്ക് വേറെ ആരുമില്ലേ എന്ന് പറഞ്ഞാൽ ആ ഉള്ളു നിറഞ്ഞ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതൊരു തുണിക്കകത്ത് കെട്ടിയ കുഞ്ഞിൻ്റെ കയ്യിലൊരു കെട്ട് കെട്ടും. കണ്ടിട്ടില്ല? ഇതിനു മുമ്പുള്ള കർമ്മമൊക്കെ സമർപ്പിച്ച് ജീവിച്ചവരാണെങ്കിൽ അത് കയ്യിലെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ അസുഖം വിടും. അതിനുമുമ്പ് അത്രയും അന്ധകരണ ശുദ്ധി വേണം.
ഇപ്പോൾ സ്വാമി പറയുന്നത് കേട്ടുകൊണ്ട് ഓടിപ്പോയി, ഉടനെ ഒരു പൈസ എടുത്തു, ഉടനെ ഒരു ചരട് കിട്ടി, വലിച്ച് ഇരിക്കട്ടെ 1 രൂപ. ഹൃദയശുദ്ധി വേണം. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവൻ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കും. കർത്താവ് ഈശോ മിശിഹയും പറഞ്ഞിട്ടുണ്ട്. അവൻ അനുഗ്രഹീതനാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവനുള്ളതാകുന്നു. അതുകൊണ്ട് അത്രയും വിശുദ്ധി വേണം. അതിനാ ഭക്തി എന്നൊക്കെ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ വഴി വേറെയാണ്. ഇത് സകലതും മായയാണ്, ജഗത്ത് മായയാണ്, ഈശ്വരൻ മാത്രം സത്യമാണ്. അതുകൊണ്ട് ഈ വേദനയും മായയാണ്. ആ അവസ്ഥയിലെത്തിയവനാണെങ്കിൽ അവനിങ്ങനെ നോക്കിയിരിക്കും വേദനയെ. ആ വേദനിക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട്, എങ്ങനെയുണ്ട്, വേദനിക്കടാ, വേദനിക്കുക എന്ന മട്ടിൽ നോക്കും. അത് കാർക്കശ്യം വേണം. അതാണ് ചിലർ ഈ മുറിഞ്ഞാലൊക്കെ മുളകരച്ച് തേക്കുന്ന വില്ലന്മാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് പാലക്കാട്. അവിടെ വിഗ്രഹത്തിൽ മുളകരച്ച് തേക്കും. അറിയില്ല പാലക്കാടുകാരായിട്ടും അറിയില്ല. പാലക്കാടാണോ വീട്? ഒറിജിനൽ റൈറ്റ്. അത് ശരി. 50 കൊല്ലം മുമ്പുണ്ടായിട്ട് അറിയും. ഇപ്പോഴത്തെ പിള്ളേർ അറിയില്ല. അറിയും. ഉടനെ പോകണ്ട. ആരുടെയോ ദേഹത്ത് തേക്കാൻ പ്ലാനുണ്ട്. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതാവും തൊഴുതു. ഭാര്യ ഇരിപ്പുണ്ടോയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞുതരും. ക്ലാസ് ഇൻട്രോയിൽ ചോദിച്ചാൽ മതി അറിയുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിലർ കാലമൊക്കെ മുറിഞ്ഞാൽ അങ്ങനെ ചെയ്യാം, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അവരുടെ മനസ്സിൻ്റെ കാഠിന്യത്തിലാണ്. പണ്ട് കാലത്തൊക്കെ ഈ മുള ഇല്ലി എന്ന് നിങ്ങൾ പറയുന്ന, ഈ നാട്ടുകാർ ഇല്ലി എന്ന്, പാലക്കാടൊക്കെ മുള എന്ന് പറയുന്ന ഒരു പുല്ലുണ്ട്, തൃണവർഗം. അതിന് മുള്ളുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതിൽ കോർത്ത് മുള്ളുള്ള ഒരു വർഗമുണ്ട്. ചവിട്ടി കഴിഞ്ഞാൽ അവനങ്ങ് കയറും നല്ലോലെ. അത് കയറിയാൽ അത് ഊരിക്കളഞ്ഞിട്ട് ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് പഴയ മലപ്പുറം കത്തി എന്ന് പറഞ്ഞൊരു കത്തിയുണ്ട് നിങ്ങളുടെ നാട്ടിൽ. ഇവരോട് പറയുമ്പോൾ ഏഴാച്ചേരി കത്തി എന്ന് പറയും. കണ്ടിട്ടില്ല. പാലക്കാരോട് പറയുമ്പോൾ അവർ മലപ്പുറം കേട്ടിട്ടുണ്ടാവില്ല. ഈ ഏഴാച്ചേരി കത്തി എന്ന് പറഞ്ഞൊരു കത്തിയുണ്ട്. അതിലിപ്പുറത്ത് പെശകെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അറിയാമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറിയിട്ട് കുത്തുന്ന ഒരു നാട്. കേട്ടിട്ടില്ല? ഉണ്ട്. അത് ആ പേര് പിന്നെ വന്നതാ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതരം കത്തിയുണ്ട്, കണ്ടിട്ടുണ്ടാവും, എളിയിലുണ്ടാവും. പഴയ ആളുകളുടെ ലക്ഷണമൊക്കെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി പിഴിഞ്ഞ മുണ്ട്, പുറത്ത് രോമം, വെടിക്കല, പിശാങ്കത്തി, കുംഭ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടമായപ്പം മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് മാറിയപ്പോൾ കുടുംബകലഹമില്ലാത്ത ഏക തറവാട് പൂജപ്പുര സെൻട്രൽ ജയിലാണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ അതിലെ ഈ അറിവുള്ള ചില ആളുകൾ ഈ മുള്ളൊക്കെ കൊണ്ടാൽ അത് കളഞ്ഞിട്ട് കത്തിക്കാണ് എടുത്ത് കളയുക. പിന്നുകൊണ്ടൊന്നുമല്ല, ആ കത്തിയുടെ അറ്റം കൊണ്ടാണ് എടുത്ത് കളയുക. അതിങ്ങനെ പിടിച്ചിട്ട് ഒരു ചെത്തങ്ങ എത്തും. എന്നിട്ട് പയ്യെ അത് തോണ്ടി എടുത്ത് ദൂരെ കളയും.
അതിലേക്ക് 2 കല്ല് ഉപ്പ് അടിച്ച് കയറ്റും. കേട്ടിട്ടില്ല? 2 കല്ല് ഉപ്പങ്ങ് വെച്ചിട്ട് ആ പിച്ചാത്തിയുടെ പിടികൊണ്ട് 2 അടി അടിക്കും. അപ്പോൾ അത് ഏതാണ്ട് അകത്തോട്ടെത്തും. എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു തിരി എണ്ണയിൽ മുക്കിത്തെറുത്ത് കത്തിക്കും, ഇല്ലെങ്കിൽ എരിക്കിൻ്റെ ഒരു തണ്ട് കൊണ്ടെന്ന് വിളക്കേൽ കാണിച്ച് അങ്ങ് പഴുപ്പിക്കും. എന്നിട്ട് ഈ ഉപ്പയിലേക്ക് വെക്കും. അവർക്കൊരു സുഖം കിട്ടുന്ന പണിയാണ്. നിങ്ങളൊന്ന് വെച്ചാൽ 14 ലോകവും കാണുമെന്ന് മാത്രമല്ല, മലവും മൂത്രവും ഒന്നിച്ച് പോവും. അത് കുറച്ചുകൂടെ കൂടിയ പാർട്ടികൾ. രണ്ടും കൂടി ആകുമ്പോൾ ഈ ചാരം പൊള്ളും. മറ്റത് ഉപ്പാകുമ്പോൾ അതങ്ങ് വെന്തിറങ്ങുകയുള്ളൂ. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഗംഭീരവും. കേട്ടിട്ടില്ല? നേരത്തെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ വേദനയില്ല. നമുക്ക് വേണ്ടത് അത്രയേ ഉള്ളൂ. വേദന ഇല്ലെന്ന് കാണിക്കാനായി, അനുഭവപ്രധാനമായി പറയാനാണ് ഞാൻ ഈ ഉദാഹരണം വലിച്ചു കൊണ്ടുവന്നത്. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട സാധനം ഒന്നേ ഉള്ളൂ: സുഖവും ദുഃഖവും സമമാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു രോഗമൊക്കെ വന്ന് ചെറിയൊരു വേദന വന്നാൽ പിന്നെ ഇതങ്ങോട്ട് പൊഴിഞ്ഞു പോകാൻ പോകില്ലേ? നീ പോയി എൻ്റെ പണി നോക്ക്, വേദനയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, അല്ല, വേദനിക്കുന്നുണ്ടോ? നഴ്സുമാരും ഡോക്ടർമാരും മക്കളും മരുമക്കളും ഒക്കെ വേദനയെ താലോലിച്ച് പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയത് മുതലാണ് ഈ നാട് വേദനിക്കാൻ തുടങ്ങിയത്. മനസ്സിലായില്ല? പഴയ ഡോക്ടർമാരുടെയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുത്തിവെക്കുമ്പോൾ ഒരു പ്രയോഗമുണ്ട്. കുത്തിയിട്ട് ആ സൂചി എടുക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് ഒട്ടും വേദനിച്ചില്ലെന്ന്. ആൾക്ക് അയക്ക് വേദനിച്ചില്ല. കുഞ്ഞും ചിരിച്ചു പോവും. പിന്നെ കുഞ്ഞിന് കരയാൻ നിവൃത്തിയില്ല. ഇപ്പോഴത്തെ ആളുകൾ കുത്തുന്നതിന് മുമ്പ് ചോദിക്കും, കുറച്ച് വേദനിക്കും കേട്ടോ. അപ്പോഴേ വേദന തുടങ്ങി, അപ്പോഴേ കരച്ചിൽ തുടങ്ങി. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ പറയും, ചത്തുപോകും കേട്ടോ. നിങ്ങൾക്കും അതാ ഇഷ്ടം. ഇതൊക്കെ ഞാൻ പറയുന്നത് നുണയാണേ നിങ്ങൾക്ക് പറയാൻ തിരിച്ച്. ഇപ്പം ജീവിതാനുഭവങ്ങളെ അന്ന് കൊണ്ടുപോയത് സുഖദുഃഖങ്ങളെ സമീകരിച്ചാണ്. ഇപ്പോൾ വിചാരത്തിൽ 1 കർമ്മമാർഗം, 2 ഭക്തിമാർഗം, 3 ജ്ഞാനമാർഗം, 3 അപ്പോൾ എത്ര എണ്ണമായി? അപ്രത്യയം, അസ്വീകരണം, വിചാരം. വിചാരത്തിൽ